പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണ ഏറ്റവും അധികമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1 കൊറിന്തോസ് 15:14 പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പീഡകൾ സഹിച്ചു മരിച്ച ഈശോ 3-ാം നാൾ ഉയർത്തു എന്നുള്ളതാണ് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. ഈ വിശ്വാസവും പ്രത്യാശയും എല്ലാവരിലും നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സജി അച്ഛനോടും ബഹ്റൈൻ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയോടും ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. സങ്കീർത്തനം 34:5 തിരുവചനം ഇപ്രകാരം പറയുന്നു, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവരാരും ലജ്ജിതരായില്ല. ഞങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരോടും ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കളോടും പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധന്മാരോടും മാലാഖമാരോടും ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഉദ്ധിതനായ ഈശോയെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. തിരുവചന പ്രകാരം പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. സർവമഹത്വത്തോടും കൂടെ ഉദ്ധാനം ചെയ്ത നല്ല ഈശോയെ, ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലോട്ട് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ വിളിയെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വിളിക്കനുസൃതമായി ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുവാനും അങ്ങനെ യേശു ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളിൽ നിന്നും പൂർണ്ണമായ ഒരു ഉയർപ്പ് നൽകി
ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഗലാത്യർ 2:20 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ആ ഉത്തമ ബോധ്യത്തോടുകൂടെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ഉദ്ധിതനായ ഈശോയുടെ സമാധാനം പ്രദാനം ചെയ്തുകൊണ്ട്, പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ. ഈ നിമിഷം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലിയില്ലാത്തവർ, അനാഥർ, വിധവകൾ, വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതയാൽ വിഷമിക്കുന്നവർ, ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടവർ, ക്ഷമിക്കുവാൻ സാധിക്കാത്ത മേഖലകളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ തിരുസന്നിധിയിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഉദ്ധാനത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു വിടുതലുണ്ടെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ അങ്ങയെ പാടി ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മധ്യേ തിരുവോസ്തി രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ രക്ഷകനായ ഈശോയെ, തിരുസഭയെ അങ്ങയുടെ മാധുര്യമേറുന്ന തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഖറിയ 2:5 കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിനു മധ്യേ മഹത്വമായിരിക്കും. നിത്യപുരോഹിതനായ ഈശോയെ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയിലെ മെത്രാന്മാർ, കർദിനാൾമാർ, വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനികൾ, അഭിഷിക്തർ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വിശുദ്ധിയിൽ നയിക്കണമേ. നിയമാവർത്തനം 4:7 ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തിരുസഭയിലെ എല്ലാ ആരാധനാലയങ്ങളെയും ധ്യാനകേന്ദ്രങ്ങളെയും ആത്മായ പ്രേക്ഷിതരെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ.
യാക്കോബ് 5:15 തിരുവചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഓ സൗഖ്യദായകനായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ എല്ലാ നഴ്സുമാരെയും സമർപ്പിക്കുന്നു. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ എല്ലാവരെയും ഉത്തിതനായ യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ യേശുവെ, അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ അവരുടെ മേൽ നീട്ടേണമേ. സൗഖ്യദായകനായ യേശുവെ, വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തങ്ങളുടെ സഹനങ്ങൾക്കും അപ്പുറം ഉത്ഥാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെ ഒരു പ്രഭാതം കടന്നു വരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ തങ്ങളുടെ സഹനങ്ങൾ യേശുവിൻ്റെ തിരുമുറിവിൽ സമർപ്പിച്ച് ഈശോയ്ക്ക് സാക്ഷിയായി തീരുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഓരോ നേഴ്സും ആത്മീയമായി ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറി തങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഓരോ രോഗികളിലേക്കും സൗഖ്യം പ്രദാനം ചെയ്യുന്നതിന് നമുക്കൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഓരോ മക്കളെയും ഓരോ രോഗികളിലേക്കും കർത്താവിനെ അവിടുന്ന് സൗഖ്യമായി കടന്നു വരണമേ സാധിക്കുന്നു. ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അങ്ങേക്കാരാധന. ഞങ്ങളോട് കൂടെയായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉത്തിതനായ ഈശോയെ, കുടുംബജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ഈ സമയം അങ്ങേ തൃപ്പാദത്തിങ്കിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാളിച്ചകളെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ നിർവഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളിലേക്കും കർത്താവെ അങ്ങയുടെ കരുണ ഒഴുക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ വീഴ്ചകളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവെ അവിടുന്ന് സാധ്യമാക്കി തരണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ മക്കളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശോയെ പകർന്നു കൊടുക്കുന്ന നല്ല മാതാപിതാക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ എല്ലാ മക്കളും ദൈവിക ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വന്ന് സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, എല്ലാ കുടുംബങ്ങളും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിനും തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുന്നതിനുള്ള കൃപാവർത്തിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം അവിടുത്തെ സ്തുതിച്ചാരാധിക്കാം.
യേശുവേ, മക്കളോട് ദിവ്യകാരുണ്യനാഥ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന ദൈവവചനത്തിൻ്റെ അനന്ത ശക്തിയാൽ എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാ ചൈതന്യത്താൽ നിറയ്ക്കണമേ. ഉദ്ധിതനായ ഈശോയെ, മദ്യത്തിനും മയക്കുമരുന്നിനും മീഡിയയ്ക്കും മറ്റു തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട അങ്ങയുടെ മക്കൾക്ക് അവരെ സ്വാധീനിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയുടെ മേലും ദുശീലങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒരു ഉയർപ്പ് നൽകി അനുസരണമില്ലായ്മയിൽ നിന്നും മോചനത്തിൻ്റെ ഒരു ഉയർപ്പ് നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഒരു നവചൈതന്യം അവരിൽ നിറയ്ക്കണമേ. എല്ലാ യുവതി യുവാക്കളും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാനും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന് സധൈര്യം പ്രഘോഷിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ യുവജനങ്ങളും തങ്ങളുടെ സൽപ്രവൃത്തികൾ വഴി സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുസഭയ്ക്ക് അനുഗ്രഹമായി മാറുവാൻ നമുക്കൊന്നു ചേർന്ന് കൈകളുയർത്തി ഉദ്ധിതനായ ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. നിറയുക നിൻ ജീവനായി നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ലോകമെമ്പാടും ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കളുടെ മേലും നിറയ്ക്കണമേ. റോമാ 12:11 തിരുവചന ഇപ്രകാരം പറയുന്നു: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തിരഞ്ഞെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. പുനരുത്ഥാനവും ജീവനുമായ ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും അങ്ങയുടെ തിരുഹൃദയത്തിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയോടൊത്തായിരിക്കുവാൻ
അങ്ങയുടെ ഈ ദിവ്യ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഭയഭക്തി ആദരവോടെ ഈ നിമിഷം ഉദിതനായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ കുർബാനയിൽ കൃത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ലോകമെമ്പാടുമുള്ള നേഴ്സ് സഹോദരി സഹോദരന്മാരോടൊപ്പം അങ്ങയുടെ തിരുമുമ്പിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നേഹിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലൂടെ അനേക മക്കൾക്ക് ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്നേഹിതാവായ ദൈവമേ, ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്താൽ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസ്മാരെയും വിശുദ്ധീകരിക്കുകയും അവരുടെ ശുശ്രൂഷകളിലൂടെ അനേകം മക്കളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറുവാനായിട്ട് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവപിതാവേ, എന്നോടെ താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാം. ദുർബല വിശ്വാസികളെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.